തീർന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. എന്താണ് നാം കർത്താവിൽ വിശ്വസിക്കേണ്ടത്? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സകല മനുഷ്യരും പാപികളാണ്. എല്ലാ മതങ്ങളും നാം പഠിച്ചാൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു മനുഷ്യരെല്ലാവരും പാപികളാണ്. വിശുദ്ധ ബൈബിളും പറയുന്നു മനുഷ്യൻ പാപിയാണ്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അതിന്റെ അർത്ഥം എല്ലാ മനുഷ്യരും പാപികളാണ്. എന്നാൽ പാപത്തിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. ഈ ലോകത്തിൽ നമുക്കറിയാം ഒത്തിരി അവതാരങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട്. അവരൊക്കെ കടന്നു വന്നത് പാപികളെ നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഈ ലോകത്തിൽ ഒരുവൻ അവതരിച്ചു, കർത്താവായ യേശു ക്രിസ്തു. അവൻ പാപികളെ നിഗ്രഹിക്കുവാനല്ല വന്നത്, പാപികളെ സ്നേഹിക്കുവാൻ. അവൻ പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എന്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സഹോദര, ഇന്ന് രാത്രി താങ്കൾ ഒരു പാപിയാണെന്നൊരു ബോധ്യം തനിക്കുണ്ടെങ്കിൽ, താങ്കൾക്കുണ്ടെങ്കിൽ, പാപത്തിനുള്ള പരിഹാരം ഞാൻ പറയട്ടെ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാൽവറി ക്രൂശിൽ നിന്റെ പാപത്തിന്റെ ഫലമായി, നിന്റെ പാപത്തിന്റെ പരിഹാരമായി കാൽവറിയിൽ യാഗമായി തീർന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കുമോ, നിങ്ങൾ രക്ഷപ്പെടുവാനിടയായി തീരും. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കും. ഇന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്ന പലർക്കും ഈ കർത്താവായ യേശു ക്രിസ്തു ആരെന്നറിയത്തില്ല. ഇന്ന് പലരും യേശുവിനെ കാണുന്നത് എന്തെങ്കിലും രോഗം വരുമ്പോൾ ഓടിപ്പോയി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അല്ല, ചിലര് കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാമ്പത്തികം തന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ രക്ഷിതാവാണ് എന്ന് ഇന്ന് പല ക്രിസ്ത്യാനികളും മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പുതിയ നിയമസഭയുടെ 7 ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യം ഇതാണ് രക്ഷിക്കപ്പെടുക. എന്താണ് രക്ഷ? മാനസാന്തരം എന്നൊക്കെ പറയും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതാണ് മാനസാന്തരം. അങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നത്. കർത്താവിന്റെ മുമ്പിൽ നാം കർത്താവിനെ വിശ്വസിക്കുക. എന്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് കാൽവറിയിൽ യാഗമായി തീർന്നു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ആ കർത്താവിന്റെ മുമ്പിൽ എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞാൽ എനിക്ക് പാപമോചനം ലഭിക്കും, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുക, നാം രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തപടി